കാനഡയിൽ പഠിക്കാനെത്തിയ 10,000-ഓളം വിദേശ വിദ്യാർത്ഥികൾ വ്യാജരേഖ ചമച്ചാണ് അഡ്മിഷൻ എടുത്തതെന്ന് റിപ്പോർട്ട്. കോളേജുകളിലെ അഡ്മിഷൻ ലെറ്ററിലാണ് തിരിമറി നടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ചുമതലയുള്ള ഉന്നത ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളായി കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചിലർ അവരുടെ വിസ അപേക്ഷകൾക്കൊപ്പം കനേഡിയൻ കോളേജുകളിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്ന വ്യാജ അഡ്മിഷൻ ലെറ്ററാണ് ഹാജരാക്കിയിരിക്കുന്നത്. കനേഡിയൻ കോളേജിലോ സർവകലാശാലയിലോ പഠിക്കാൻ അവർക്ക് അഡ്മിഷൻ ലഭിച്ചു എന്ന് കാണിക്കുന്നതാണ് ഈ ലെറ്റർ. കാനഡയുടെ ഇമിഗ്രേഷൻ ഓഫീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. സംഭവത്തിന് പിന്നാലെ വിസ ആപ്ലിക്കേഷനുകളിൽ സൂക്ഷ്മ പരിശോധന നടത്താൻ ഇമിഗ്രേഷൻ വിഭാഗം തീരുമാനിച്ചിരിക്കുകയാണ്. സിസ്റ്റത്തെ കബളിപ്പിച്ച് കാനഡയിലേക്ക് കടക്കുന്നതിന് ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള വ്യാജ കത്തുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥിരതാമസത്തിനായി അപേക്ഷിച്ച ഒരു കൂട്ടം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ നാടുകടത്താനുള്ള തീരുമാനം കാനഡ എടുത്തിരുന്നു. തുടർന്നാണ് കർശനമായ പരിശോധനകൾ കൊണ്ടുവന്നത്. കഴിഞ്ഞ വർഷം കോളേജുകളിൽ നിന്ന് സർവകലാശാലകളിൽ നിന്നുമുള്ള അഡ്മിഷൻ ലെറ്റർ IRCC പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ഉദ്യോഗസ്ഥർ 10,000-ലധികം വ്യാജ അഡ്മിഷൻ ലെറ്ററുകൾ കണ്ടെത്തിയെന്നാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ബ്രാഞ്ച് ഡയറക്ടർ ജനറൽ ബ്രോൺവിൻ മെയ് കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ ലഭിച്ച അഡ്മിഷൻ ലെറ്ററുകളിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചപ്പോൾ 5 ലക്ഷം അഡ്മിഷൻ ലെറ്ററുകളിൽ 93% യഥാർത്ഥവും കനേഡിയൻ കോളേജുകളിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുത്തതുമാണ്. ഒരു ചെറിയ ശതമാനം കത്തുകൾ മാത്രമാണ് വ്യാജമാണെന്ന് കണ്ടെത്തി. മിക്ക അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും നിയമാനുസൃതമായ രേഖകൾ ഉപയോഗിച്ച് അപേക്ഷിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. എന്നാൽ തെറ്റായ അഡ്മിഷൻ കാർഡുകൾ ഉപയോഗിച്ച് സിസ്റ്റത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ചിലർ ഇപ്പോഴും ഉണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. 5 ലക്ഷം അഡ്മിഷൻ ലെറ്ററുകളിൽ പരിശോധിച്ചപ്പോൾ അതിൽ 2% വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 1% വ്യാജമാണോ ഒറിജിനലാണോ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ദി ഗ്ലോബൽ ആൻഡ് മെയിൽ എന്ന ഓൺലൈൻ ന്യൂസ് പോർട്ടൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വഞ്ചനാപരമായ കത്തുകളുടെ ഉറവിടത്തെക്കുറിച്ച് IRCC കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് കോമൺസ് ഇമിഗ്രേഷൻ കമ്മിറ്റിയോട് ബ്രോൺവിൻ മെയ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തട്ടിപ്പിലും ഈ എണ്ണത്തിലും താൻ അത്ഭുതപ്പെടുന്നില്ലെന്നാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ കൺസൾട്ടന്റും മുൻ ഇമിഗ്രേഷൻ ഓഫീസറുമായ ആനി ബ്രൂഡോയിൻ പറയുന്നത്. സർക്കാർ അടുത്തിടെ 10,000 വ്യാജ അഡ്മിഷൻ ലെറ്ററുകൾ കണ്ടെത്തിയെന്ന വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഭയാനകമാണെന്ന് NCP ഇമിഗ്രേഷൻ നിരൂപകൻ ജെന്നി ക്വാൻ പറഞ്ഞു. ഇന്ത്യ, ചൈന, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 2,000 പേർക്കെതിരെ ഒട്ടാവ കഴിഞ്ഞ വർഷം അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇമിഗ്രേഷൻ ഏജന്റുമാർ കാനഡയിലേക്ക് വരാൻ 1,485 പേർക്ക് വ്യാജരേഖകൾ നൽകിയതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. കുടിയേറ്റം വെട്ടിക്കുറക്കുന്നതിനായി കാനഡ വൻ പദ്ധതികളാണ് ഇപ്പോൾ നടത്തുന്നത്. വിസ ആപ്ലിക്കേഷനുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കാനഡ അപ്രൂവ് ചെയ്യുന്നുള്ളൂ. വിദ്യാർത്ഥികൾക്കും സ്റ്റഡി പെർമിറ്റ് ലഭിക്കുന്നതിനായി മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ.